അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്നതെന്ന് വെച്ചാൽ ഫോർച്യൂണറാണ്, അതായത് ന്യൂ ഷേപ്പിൽ വരുന്നത്. ഒരുപാട് പേര് എൻക്വയറി തന്നായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പം അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് കുറച്ച് വൈകുന്നേരമാണ്, അതുകൊണ്ടാണ് ചെറിയ ലൈറ്റിൻ്റെ ഇഷ്യൂസ് വരുന്നത്. പിന്നെ നമുക്ക് വണ്ടിയിലേക്ക് തന്നെ പോവാം, വണ്ടിയുടെ ഫുൾ റിവ്യൂ ചെയ്യാം. ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ പാർട്ട് ബൈ പാർട്ടായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ എന്താണ് ഞാൻ വണ്ടിയുടെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് പറയുന്നത്, അത് നിങ്ങൾക്ക് ഇവിടെ സന്ദർശിച്ച് ഇപ്പോൾ വിസിറ്റ് ചെയ്യേണ്ടവർക്ക് വിസിറ്റ് ചെയ്യുക. അതായത് വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യവും 100% ജെന്യൂൻ ആയിരിക്കും. പിന്നെ ഈ വണ്ടിയുടെ ബമ്പർ കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങൾക്ക് ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പം ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. അതിൻ്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. ഇതിൻ്റെ ബോണറ്റിലേക്ക് വരുവാണെങ്കിൽ ബോണറ്റ് അടക്കം ഒറിജിനലാണ് വരുന്നത്. പിന്നെ നമുക്കൊരു എന്താ പറഞ്ഞാൽ പെയിൻറ്റിങ്, അതായത് കമ്പനിയിൽ നിന്ന് വന്നേക്കുന്ന ഒറിജിനൽ പെയിൻ്റാണ് വണ്ടിക്ക് നിലവിലുള്ളത്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പം അതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങൾ, കമ്പനിയിലെ പെയിൻറ്റ്, അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ മിറർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താണ് പ്രോപ്പർ വർക്കിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പം ഇതിൻ്റെ ഓൾ ഗ്ലാസ്, അതായത് സൈഡിൽ വരുന്ന എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനലാണ്. ഈ ഡോർ അടക്കം ഒറിജിനൽ, അതായത് ഈ ഡോർ ആയിക്കോട്ടെ ഒറിജിനൽ ഡോറാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്താൽ. പിന്നെ കമ്പനിയിലുള്ള ബാർകോഡ് കാര്യങ്ങൾ, സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പം അതിൻ്റെ ഫുഡ് റെസ്റ്റ് കാര്യങ്ങൾ, അതായത് നമുക്ക് കുറച്ച് പ്രായമായവർക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഏജ് ആയിട്ടുള്ളവർക്ക് ചവിട്ടി കയറാൻ വേണ്ടി എളുപ്പത്തിന് ഫുഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടയേഴ്സ് വരുന്ന ബ്രാൻഡ് ന്യൂ ടയേഴ്സ്, അതായത് അലോയ് വീൽസ് അടക്കം ബ്രാൻഡ് ന്യൂ ടയേഴ്സാണ് കിടക്കുന്നത്. പിന്നെ ബ്ലാക്കിലാണ് അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ബാക്ക് സൈഡിൽ ലൈറ്റ്, അതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോർച്യൂണറിൻ്റെ ലോഗോയുണ്ട്. ഈ മെയിൻ ഗ്ലാസ്, അതായത് ബാക്ക് സൈഡിലെ മെയിൻ ഗ്ലാസ് ഒറിജിനലാണ് വരുന്നത്, ഡിക്കി ഗ്ലാസ്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ റിമോട്ടിൽ തന്നെയാണ് ബാക്കിലെ ഡിക്കി വർക്ക് ചെയ്യുന്നത്. അത് ഓപ്പൺ ആക്കുന്നു ക്ലോസ് ആക്കുന്നു അതേ തന്നെയാണ് വരുന്നത്. അതായത് നമുക്ക് ഒറിജിനൽ നല്ല വർക്കിംഗ് കണ്ടീഷനിൽ തന്നെയാണ് നിലവിലുള്ളത്. ഓഫ് ആവുന്നടക്കം, അതായത് വർക്കിംഗ് ആണ് വരുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പം ഇതിൻ്റെ എല്ലാ സൈഡ് ഗ്ലാസ്സുകളും, അതായത് ഓൾ സൈഡ് ഗ്ലാസ് ഒറിജിനലാണ് വരുന്നത്. ഇനി അതിൻ്റെ ഡോർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതെല്ലാം ഒറിജിനലാണ്. ഒറിജിനൽ ഡോറ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫ്രണ്ട് സൈഡിലെ ഒറിജിനൽ ഡോറാണ് വരുന്നത്. അതായത് 4 ടയേഴ്സും ബ്രാൻഡ് ന്യൂ ടയേഴ്സാണ്, നല്ല കട്ടയുള്ള, അതായത് ബ്രാൻഡ് ന്യൂ ടയേഴ്സാണ് കിടക്കുന്നത് ഇത്. പിന്നെ ഇതിൻ്റെ മിറർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്, ഫുൾ ചെക്ക് ചെയ്ത്. ഇതിൻ്റെ സൈഡിലെ ഡോറ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിൻ്റെ മിറർ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് സ്വിച്ചിൽ തന്നെ വർക്കിംഗ് ആണ്, വർക്കിംഗ് കണ്ടീഷനാണ് നിലവിലുള്ളത്. പിന്നെ ഇതിൻ്റെ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. പിന്നെ ആകെ ചേഞ്ച് എന്ന് പറഞ്ഞത് ഈ ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ഈ വണ്ടിക്ക് എന്താ ചേഞ്ച് എന്ന് വിചാരിച്ചാൽ ആകെ ഒരു ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ സർവീസ് ഹിസ്റ്ററി പ്രോപ്പറായിട്ട് കമ്പനിയിൽ നിന്ന് സർവീസ് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ഫസ്റ്റ് ഫോർച്യൂണറാണ്, ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പം 100% കോൺഫിഡൻറ്റോടെയാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ വെൽ മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ വെൽ മെയിൻറ്റെയിൻ. നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയറിലും കൂടെ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സീറ്റിങ് കാര്യങ്ങളൊക്കെ വരുമ്പം വെൽ മെയിൻറ്റെയിൻ ആയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ, റിമോട്ട് വർക്കിംഗ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് ഫുള്ള്, അതായത് ടോട്ടൽ. പിന്നെ വണ്ടി വരുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. പിന്നെ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്താണ്. സ്വിച്ച് കാര്യങ്ങൾ, 2 സൈഡിലെ സ്വിച്ച്, സീറ്റിൻ്റെ ഇലക്ട്രിക് ആണ് വരുന്നത്, അത് വർക്കിംഗ് ആണ്. നമ്മളെ ഡോറ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്താണ്. പിന്നെ ഇതിൻ്റെ റൂഫ് ആണെങ്കിലും നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത്, അതായത് ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനാണ്. ഇനി മെയിൻ പാർട്ടായിട്ടുള്ള എൻജിൻ റൂമാണ്. ജസ്റ്റ് എൻജിൻ റൂമും കൂടെ ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇപ്പം ഞാൻ എൻജിൻ റൂം ഇത് തുറന്നിട്ടുണ്ട്, ഞാനത് എൻജിൻ റൂം ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഞാൻ എൻജിൻ റൂം തുറന്നിട്ടുണ്ട്, എൻജിൻ റൂം ഓപ്പൺ ആക്കുവാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ഒറിജിനലാണെന്ന് പറഞ്ഞാൽ. ഇത് പേസ്റ്റിങ്ങും കാര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്താണ്. അതെന്ന് വെച്ചാൽ 100% ഒറിജിനലായിട്ടുള്ള ബോണറ്റാണ് വരുന്നത്. ഇതിൽ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്ര വെൽ മെയിൻറ്റെയിൻ ആയിട്ട് യൂസ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി വരുന്നത് 2017 രജിസ്റ്റർ ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ കിലോമീറ്റർ ഓടിയേക്കുന്നതെന്ന് വെച്ചാൽ 1,40,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. ഫസ്റ്റ് ഓണറാണ്, സിംഗിൾ ഓണറിലാണ് വണ്ടി നിലവിലുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് ആസ്കിംഗ് പ്രൈസ് ചോദിച്ചേക്കുന്നത് വെറും 19,20,000 രൂപ മാത്രമേ ഉള്ളൂ. ലൈറ്റ്, അതായത്
ചെറിയ രീതിയിലുള്ള നെഗോഷ്യബിൾ മാത്രം, അതായത് ഓവർ പ്രൈസ് ഇട്ട് നമ്മൾ ഒരു വണ്ടി ഇപ്പോൾ പറയാറില്ല. അതായത് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം, അതായത് നല്ലൊരു പ്രൈസിനാണ് നമ്മൾ ഇത് ഓഫർ ചെയ്തേക്കുന്നത്. അതായത് നമ്മളെ ഫസ്റ്റ് വീഡിയോയും കൂടെയാണ്. ന്യൂ ഷേപ്പിൽ വരുന്ന ഫോർച്യൂണറിൻ്റെ വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തില്ല. അപ്പോൾ ഒരു അടിപൊളി ഫോർച്യൂണർ ആയിട്ടാണ് നിങ്ങളെ കാണിച്ചേക്കുന്നത്. അപ്പോൾ വേണ്ടവരെല്ലാം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യണം. ഇതിൻ്റെ കൂടുതൽ വിവര കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അടിപൊളി വണ്ടിയാണ്, നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഫോർച്യൂണർ പുതിയ മോഡൽ സ്വപ്നം കാണുന്നവർക്ക് ഇതൊരു സുവർണ്ണ അവസരമാണ്. പിന്നെ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ, അതായത് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയ അപ്ഡേറ്റിന് വേണ്ടി ഞങ്ങൾ ചാനലിലെ ലിങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതായത് പ്രീമിയം വെഹിക്കിൾസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് റിക്വയർമെൻറ്റ്സിൻ്റെ ബേസിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫുൾ ടൈം നമ്മൾ ടൊയോട്ട വെഹിക്കിൾസിൻ്റെ ഏത് വേരിയൻറ്റും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടവർക്കെല്ലാം വീണ്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മളെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.